കഴിഞ്ഞ ആഴ്ച ഇ.ഡി. കേസിൽ ജാമ്യം കിട്ടിയ എസ്.ഡി.പി.ഐ ദേശീയ പ്രസിഡന്റ് MK ഫൈസി ജയിൽ മോചിതനായി. കഴിഞ്ഞ ദിവസം രാത്രി ജയിൽ മോചിതനായ അദ്ദേഹത്തെ എസ്.ഡി.പി.ഐ ദേശീയ നേതാക്കളും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഡൽഹിയിൽ സ്വീകരണം നൽകി. ഡൽഹി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന് സ്വീകരണ പരിപാടിയും ഒരുക്കി. ഇനി അദ്ദേഹം കേരളത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോഴിക്കോട് വലിയൊരു സ്വീകരണ പരിപാടി എസ്.ഡി.പി.ഐ സംഘടിപ്പിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ NRCയിൽ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ് കൗൺസിൽ എന്ന എസ്.ഡി.പി.ഐയുടെ ദേശീയ പ്രതിനിധി സഭയിലാണ് വീണ്ടും എസ്.ഡി.പി.ഐ ദേശീയ പ്രസിഡന്റായി MK ഫൈസിയെ തന്നെ തെരഞ്ഞെടുത്തത്. MK ഫൈസി എന്നുള്ളത് കഴിഞ്ഞ ടൈമിൽ എസ്.ഡി.പി.ഐയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു. അതിനു മുമ്പും എസ്.ഡി.പി.ഐയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ ടൈമിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം തിഹാർ ജയിലിലായിരുന്നു. ഇ.ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള ആരോപണം മുൻനിർത്തിയുള്ള ഒരു കേസിൽ നേരത്തെ നിരോധിക്കപ്പെട്ട PFIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമക്കേസിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ 10 മാസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തത്. പക്ഷെ പിന്നീട് ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകിയത്. ആ കേസ് നിലനിൽക്കുന്നതല്ല എന്നുള്ള രീതിയിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമപ്രക്രിയകൾ അതിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ പാർട്ടി പ്രതിയോഗികൾ കേന്ദ്രം ഭരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് നയമുള്ള സർക്കാരാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അവർ അന്വേഷണ ഏജൻസികൾ എന്നുള്ളത് ആ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെയും മറ്റുള്ള ഏജൻസികളെയും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രതിപക്ഷ വിമർശനം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കാലമായിട്ട് ഉയർന്നു നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലെ എതിർ രാഷ്ട്രീയക്കാരെ ഒന്നെങ്കിൽ ഇ.ഡി അറസ്റ്റ് ചെയ്യുകയോ ജയിലിലടക്കുകയോ ചെയ്യൂ. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ മുഖ്യമന്ത്രിമാർ തന്നെ ഇ.ഡി കേസിൽ ജയിലിലായിട്ടുണ്ട്. അത്തരത്തിലാണ് ഇ.ഡിയുടെ നടപടികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴ് എസ്.ഡി.പി.ഐയുടെ ദേശീയ പ്രസിഡന്റും അത്തരത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മീഡിയകളിലൊക്കെ വലിയ വാർത്തകളായിരുന്നു, വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. മോചനം കിട്ടിയ കാര്യം, ജാമ്യം ലഭിച്ച കാര്യമൊന്നും ആരും അങ്ങനെ വാർത്തയായി ചെയ്യാറില്ല. അത് പരമ്പരാഗതമായിട്ട് മീഡിയകളുടെ നിലപാടതാണ്. ഭരണകൂടം എന്താണോ പറയുന്നത് അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മീഡിയകളുടെ പരമ്പരാഗതമായ ശൈലിയാണ്. എസ്.ഡി.പി.ഐയെ സംബന്ധിച്ചിടത്തോളം എസ്.ഡി.പി.ഐ ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഉന്നയിക്കുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രസി എന്നാണ് ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ പേര്. രാജ്യത്തെമ്പാടുമുള്ള എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതിയും അർഹമായ പരിഗണനയും കിട്ടണമെന്നും രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ എന്നുള്ളത് ഈ രാജ്യത്ത് വരുന്ന ഭൂരിപക്ഷം വരുന്ന അവർണ ജനതയാണെന്നും അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയമായി ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യവും ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഇന്ത്യ വ്യവസ്ഥാപിതമായി മുമ്പോട്ട് വെക്കുന്ന ഒരു സവർണ മേധാവിത്വമുള്ള ഒരു ഭരണ സംവിധാനങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയം എന്നുള്ളത് ദളിത് മുസ്ലിം ഐക്യം എന്നുള്ള രീതിയിലുള്ള വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ്. അതൊക്കെ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ടാവരുത് എന്ന്, രാജ്യത്ത് മാറ്റമുണ്ടാവണമെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയം ഉയർന്നു വരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയം ഉയർന്നു വരേണ്ടതില്ല എന്നുള്ള ഒരു പ്രഖ്യാപിതമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സവർണ മേൽക്കോയ്മ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് കേരളത്തിലും വലിയൊരു സ്വീകരണ പരിപാടി എസ്.ഡി.പി.ഐയുടെ കേരളത്തിലുള്ള പ്രവർത്തകർ കോഴിക്കോട് വെച്ച് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ്.ഡി.പി.ഐയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇ.ഡി അറസ്റ്റ് ചെയ്യുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രതിനിധികളെ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ BJPയിൽ മെമ്പർഷിപ്പ് എടുത്താൽ അവർക്കെതിരെയുള്ള കേസ് നടപടികൾ ഒഴിവാക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇത്തരത്തിലുള്ള വലയങ്ങളിൽ വീഴുന്ന ഒരു സമയത്താണ് എസ്.ഡി.പി.ഐയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ജാമ്യം ലഭിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന എന്ത് ആയുധം കൊണ്ട് ഉപയോഗിച്ചാലും അടിച്ചമർത്തിയാലും ഞങ്ങൾ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അതിജീവിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന് നൽകുന്ന ഈ സ്വീകരണ പരിപാടിയും. അദ്ദേഹത്തെ വീണ്ടും എസ്.ഡി.പി.ഐയുടെ ദേശീയ പ്രസിഡന്റായി ജയിലിലുള്ള തിഹാർ ജയിലിൽ ഇ.ഡി കേസിൽ അറസ്റ്റിലുള്ള ആളെ തന്നെ
വീണ്ടും ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതോടു കൂടിയിട്ട് SDPI മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ലഭിച്ച ഈ മോചനം എന്നുള്ളത് അതേ SDPI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളത്, രാജ്യം ഒരു ഫാസിസ്റ്റ് മനോഭാവമുള്ള ഒരു സർക്കാർ ഒരു നടപടികൾ സ്വീകരിക്കുമ്പോൾ, ഭരണകൂടം ഒരു നടപടികൾ സ്വീകരിക്കുമ്പോൾ, ആ നടപടികൾക്ക് ഇരയാവുന്ന ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ സ്വീകരണം അല്ലെങ്കിൽ ജാമ്യം എന്നുള്ളത് വളരെ നിർണായകമാണ്. അത്തരമൊരു രാഷ്ട്രീയത്തിനുള്ള ഊർജം കൂടിയാണ് എന്ന് വേണം വിലയിരുത്താൻ. അതുകൂടാതെ തന്നെ നിങ്ങൾക്കെതിരെ ഒരു ഭരണകൂടം ഒരു നടപടി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ എന്ത് നയനിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യം എല്ലാ സമയത്തും ഉയരാറുണ്ട്. അത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും. നിങ്ങൾക്കെതിരെ ED കേസ് വരുന്നു, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ കേസുകൾ വരുന്നു, നിങ്ങൾ BJPയിൽ ചേരുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഭരണകൂടത്തോടൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കുമോ? ആ കേസുകളെ നിയമപരമായി നേരിട്ട് നിങ്ങളുടെ ഭാഗം തെളിയിച്ചുകൊണ്ട് രാജ്യത്ത് ഇത്തരം നടപടികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നിങ്ങൾ നടത്തുമോ എന്നുള്ള ചോദ്യത്തിന് രണ്ടാമതിനുള്ള അത്തരം നയനിലപാടുകൾക്കുള്ള ഉത്തരമാണ് MK ഫൈസിയും SDPIയും നടത്തിയ ഈ രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ളത്.